കുറുക്ക് കാളൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യമേ ഞാനിവിടെ 2 ഏത്തയ്ക്ക മുറിച്ചെടുത്തിട്ടുണ്ട്, പച്ച ഏത്തയ്ക്ക. ഇതൊരു 300 ഗ്രാം ചേനയുണ്ട്, അത് ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് വേവിച്ചെടുക്കാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. കായും ചേനയും എല്ലാം ഇട്ട് കൊടുക്കാം വേവിക്കാനായി. രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം. പ്രഷർ കുക്കർ അല്ലാത്തതുകൊണ്ട് ചിലപ്പം കുറച്ച് വെള്ളം കൂടുതൽ വേണ്ടി വരും. പൊടികളെല്ലാം ഞാൻ ഇടുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കുറുക്ക് കാളൻ്റെ അരപ്പിന് വേണ്ടി നമുക്ക് ഇവിടെ 1/4 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ ജീരകമിടാം. പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു 3 ഇതൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് ഇവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സമയമാകുമ്പോൾ കറിയിലേക്ക് ചേർക്കാം. ഇപ്പം ചേനയും ഏത്തക്കായും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്, വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിനകത്ത് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് നല്ല കട്ട തൈര് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്ത് യോജിപ്പിക്കാം. തൈര് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം ഇളക്കി ഇത് കുറുകുന്നിടം വരെ ഒന്ന് തിളപ്പിക്കാം. തൈര് നല്ലവണ്ണം നമുക്ക് ഇളക്കി ഇത് തിളയ്ക്കുന്നിടം വരെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കാം, പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് തൈരിട്ടതിന് ശേഷം. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. കണ്ടോ, ഇത് ഇതാണ് അരപ്പ്. ഞാൻ അരപ്പിടുകയാണ്. നമുക്ക് ഈ അരപ്പ് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് കുറച്ച് ഉലുവ ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് ഇതിനകത്ത് ചേർക്കാം. കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. മൂപ്പിച്ച ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ മൂപ്പിച്ചതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്, നെയ്യിൽ മൂപ്പിച്ചതിൻ്റെ. ഇത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റിൽ കടുക് താളിക്കണം. ഇത്രയും കൂടിയേ ഉള്ളൂ. രുചികരമായ കുറുക്ക് കാളൻ ഇവിടെ ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. നമുക്കിനി കടുക് താളിച്ചത് ഇതിന് പുറത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്.